ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ടു ഒഡിസി. നിങ്ങളുടെ കയ്യിൽ ഒരു 12,000 രൂപ എടുക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് വിയറ്റ്നാം വരെ ഒന്ന് പോയിട്ട് വന്നാലോ? അതെ, നിങ്ങളുടെ കയ്യിൽ 12,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൊച്ചി ടു വിയറ്റ്നാം റൗണ്ട് ട്രിപ്പ് നിങ്ങൾക്ക് പോയിട്ട് വരാൻ പറ്റും. അതേപോലെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ട്രാവൽ ടിപ്സും ട്രിക്സും നിങ്ങൾക്ക് ഇതിനകത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. Chào mừng bạn đến với Việt Nam. Welcome to Vietnam. Step 1. ഓപ്പൺ വിയറ്റ്ജെറ്റ് എയർ ഒഫീഷ്യൽ വെബ്സൈറ്റ്. വിയറ്റ്ജെറ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിൽ നിന്ന് കൊച്ചി ടു വിയറ്റ്നാം നിങ്ങൾ ബുക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിളായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് $76.39 ആണ് കാണിക്കുന്നത്. അതായത് ഇന്ത്യൻ റുപ്പി 6,000 രൂപയാണ് കൺവേർട്ട് ചെയ്യുമ്പോൾ കറൻസി റേറ്റ് വരുന്നത്. അപ്പോൾ ടോട്ടൽ ഒരു 6,000 രൂപ മാത്രമേ വൺ പാർട്ട് അങ്ങോട്ട് വരുന്നുള്ളൂ. അപ്പോൾ തിരിച്ചും ഈ ഒരു റേറ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ 12,000 റുപ്പീസേ വരുന്നുള്ളൂ ഒരു റൗണ്ട് ട്രിപ്പിന്. സ്റ്റെപ്പ് 2. അപ്പോൾ നിങ്ങൾ വിയറ്റ്നാം ഇ വിസ പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് ഇ വിസ എടുക്കണം. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് വരുന്നത് $25 ആണ്. എല്ലാം ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് 3 days ആണ് വരുന്നത്. ഇതൊരു സിംഗിൾ എൻട്രി വിസയാണ്. അതേപോലെ തന്നെ വാലിഡ് ഫോർ 30 days ആണ്. 30 ദിവസത്തെ വാലിഡിറ്റി ഇതിനുണ്ട്. നിങ്ങൾക്ക് വിസ പ്രോസസ്സിംഗ് ടൈമിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ നമ്മളെ ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ വേണ്ടുന്ന ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റെപ്പ് 2 വരെ എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 3ലേക്ക് പോകാം. അപ്പോൾ സ്റ്റെപ്പ് 3 അക്കോമഡേഷൻ. നമ്മൾ ചെന്നെത്തുന്നത് ഹോച്ചുമൻ സിറ്റിയിലായിരിക്കും. അപ്പോൾ ഹോച്ചുമനിൽ നിന്ന് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോട്ടൽസ് ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഹോസ്റ്റൽസ്, ഡ്രോംസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പെർ നൈറ്റ് 400-600 ഇന്ത്യൻ റുപ്പി മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് ബഡ്ജറ്റ് ഹോട്ടൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അതിൻ്റെ റേറ്റ് വരുന്നത് 800 to 1,200 ആണ്. അതൊക്കെ ഒരു പ്രീമിയം കൈൻഡ് ഓഫ് കാറ്റഗറിയിൽ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം റൂംസ് ഒക്കെ അവിടുത്തെ നല്ല രസമാണ് കാണാനായിട്ട് ഈ ഒരു റേറ്റ് ഉള്ളത് തന്നെയും. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളിത് ബുക്ക് ചെയ്തത് booking.com, അതേപോലെ തന്നെ അഗോഡ, ഹോസ്റ്റൽ വേൾഡ്. അപ്പോൾ ഇതൊക്കെ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 4ലേക്ക് പോവാം. സ്റ്റെപ്പ് 4 ട്രാൻസ്പോർട്ടേഷൻ. അതായത് നിങ്ങൾ വിയറ്റ്നാമിൽ ചെന്ന് യൂസ് ചെയ്യേണ്ട ആപ്സ് ആണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഗ്രാബ് ആപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ ഗ്രാബ്സിൻ്റെ സ്കൂട്ടേഴ്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ലോക്കൽ ബസ്സസ് യൂസ് ചെയ്യാൻ പറ്റും. അതിനൊരു 20-30 രൂപ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് സ്കൂട്ടർ റെൻ്റ് എടുക്കാൻ പറ്റും. അതിനൊരു 300-500 പെർ ഡേ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തുള്ള സ്ഥലങ്ങളാണെങ്കിൽ നിയർ ബൈ ഹോട്ടൽസ് ആണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് വാക്ക് ചെയ്ത് പോകാനും പറ്റും. അതേപോലെ തന്നെ ഗ്രാബിൻ്റെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാബ് എന്ന് പറഞ്ഞ ആപ്പ് എപ്പോഴും ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക വിയറ്റ്നാമിൽ പോകുമ്പോൾ. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 5ലേക്ക് പോവാം. സ്റ്റെപ്പ് 5 ഇമ്പോർട്ടൻറ്റ് ഡെസ്റ്റിനേഷൻസ്. അതായത് നമ്മൾ ഹോച്ചുമൻ സിറ്റിയിലാണ് എത്തുന്നതെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട കുറച്ച് പ്ലേസസ് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ അവിടേക്ക് നിങ്ങൾ പോവുക, കാണുക. ഒരുപാട് എൻജോയ് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഹോച്ചുമനിൽ പോയപ്പോൾ ഒരു കഫേയിൽ പോയിട്ടുണ്ടായിരുന്നു. അത് പ്ലസ് ബോണസ് ടിപ്പാണ്. അപ്പോൾ ആരും അങ്ങനെ കഫേയിൽ കാര്യങ്ങളൊന്നും പോകാറില്ല. അപ്പോൾ ആ ഒരു കഫേ നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും പോവുക. അത് വേറെ തന്നെ ഒരു വൈബാണ്. ഡോണ്ട് എവർ മിസ് ദാറ്റ്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 6ലേക്ക് പോവാം. അപ്പോൾ സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഹോച്ചുമൻ സിറ്റി, അതായത് ഹോച്ചുമൻ സിറ്റിയിൽ നമുക്ക് ഫുള്ള് ഒന്ന് കാണാനായിട്ടൊരു 2 days മതി, അല്ലെങ്കിൽ 1 day ആയാലും മതി. അപ്പോൾ അവിടുത്തെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പോകുന്നത് ഹനോയിലേക്കാണ്. ഹോച്ചുമൻ ടു ഹനോയ് ഫ്ലൈറ്റ് ടു ഫ്ലൈറ്റ് ആണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഹനോയിൽ കുറച്ച് ഡെസ്റ്റിനേഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്.
ഹനോയിൽ കുറച്ച് മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡെസ്റ്റിനേഷൻസ് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾഡ് കോട്ടയം സിറ്റി നിയർ ബൈ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, അഫോർഡബിൾ ആയിരിക്കും. അതേപോലെ ഒരുപാട് കാണാനുണ്ട്. പിന്നെ ട്രെയിൻ സ്ട്രീറ്റൊക്കെ അതിൻ്റെ നിയർ ബൈ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വിയറ്റ്നാമിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ വിയറ്റ്നാമിൽ ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അതൊക്കെ പല പല സ്ഥലങ്ങളിലായിട്ടാണ്, ഒരുപാട് ദൂരെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്ഥലങ്ങളാണ് ഇപ്പോൾ കവർ ചെയ്തേക്കുന്നത്. ഇതൊരു 1 വീക്ക് ഐറ്റിനറിയാണ്. പിന്നെ വിയറ്റ്നാമിനെ പറ്റി പറയാനാണെങ്കിൽ വലിയൊരു കൺട്രിയാണ്, ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൺട്രിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വിയറ്റ്നാം ഫുള്ള് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 15 to 20 ഡേയ്സ് മതിയാവും. അപ്പോൾ നമ്മളിതൊരു 1 വീക്ക് ഐറ്റിനറിയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ ട്രിപ്പ് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും കാര്യങ്ങൾ. അപ്പോൾ ഈ കാണുന്ന പ്ലേസ് ആട്ടോ സാപ്പ എന്ന് പറയുന്നത്. സാപ്പ എന്ന് പറയുന്നത് ഫുള്ളി ഗ്രീൻ ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല രസമാണ് കാണാനായിട്ട്. ഫുൾ പാഡി ഫീൽഡ്സൊക്കെ ആയിട്ട് വന്നിട്ട് നമ്മുടെ കണ്ണിന് അത്രയേറെ റിലാക്സിങ്ങും കുറച്ചുകൂടെ ട്രോപ്പിക്കലായിട്ടുള്ളൊരു സ്ഥലമാണ് സാപ്പ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ സാപ്പയിലും കൂടെ പോവുക. പിന്നെ അതേപോലെ തന്നെ കുറേ സ്ഥലങ്ങളുണ്ട്, ഗോൾഡൻ ബ്രിഡ്ജൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും മെൻഷൻ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ നമ്മൾ ഈ മെൻഷൻ ചെയ്തത് 1 വീക്ക് ഐറ്റിനറി കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു കാൽക്കുലേഷൻ വരുന്നത് 25 to 35 ആണ്. അപ്പോൾ നിങ്ങൾ ഓരോ പ്ലേസസ് ആഡ് ചെയ്യും തോറും അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രൈസിലും ചേഞ്ച് വരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. ട്രാവൽ റിലേറ്റഡ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉറപ്പായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ട് നമുക്ക് അത്രയേറെ വിലപ്പെട്ടതാണ്. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതായത് നമ്മൾ ഈ വിയറ്റ്നാമിൻ്റെ ഓരോ പ്ലേസസും ഇതിനകത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം വിയറ്റ്നാമാണ്, സൂപ്പറാണ്, അത്രയേറെ ബ്യൂട്ടിഫുള്ളാണ്, ആരും മിസ്സാക്കരുത്. അതുമാത്രമല്ല നമ്മൾ ഒരു പാക്കേജസ് കാര്യങ്ങൾ ഇതിനകത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമ്മൾ എങ്ങനെ ഇൻഡിവിജ്വലി പോകാമെന്നാണ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഇൻഡിവിജ്വലി പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. കൂടുതൽ നിങ്ങൾക്ക് വരുന്ന ഒരു ആശയക്കുഴപ്പമാണ് എങ്ങനെ നമ്മളൊരു കൺട്രിയിൽ പുതുതായിട്ട് പോകും. അപ്പോൾ വിത്തൗട്ട് ഫിയർ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നേ അറിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ഒരു പ്രശ്നവും വരില്ല. അതുമാത്രമല്ല ഇൻഡിവിജ്വലി പോകാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 1-2 ടൈമൊക്കെ നമ്മൾ ഇൻഡിവിജ്വലി പോയിട്ട് വരുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എന്താ പറയുക കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ നമ്മളൊരു വിത്ത് പാക്കേജ് മാത്രം പോവുകയാണെങ്കിൽ നമുക്ക് അത്രയേറെ കൺട്രീസ് ഒന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കുറവായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ പാക്കേജ് അല്ലാണ്ട് ഇൻഡിവിജ്വലി പോകുന്നവർക്ക് ഒരുപാട് ബെനിഫിറ്റ്സാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.